ഗൃഹലക്ഷ്മി 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 ഗൃഹലക്ഷ്മി. ബബിത, എന്തോ ഞാനേതോ ഐഡിയ വെച്ചിട്ട് എൻ്റെ പ്രൊഫൈലൊക്കെ കണ്ടിട്ട് ബബിത വളരെ മൾട്ടി ടാസ്കറാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്. എല്ലാം പോയി. കേസെല്ലാം പോയല്ലേ? എന്ത് സംഭവിച്ചു? ഞാൻ വളരെ കോൺഫിഡൻസോടു കൂടിയാണ് അകത്തേക്ക് കയറിയത്. പക്ഷെ ഫ്രിഡ്ജ് തുറന്നതും ഒരു എപ്പിസോഡിൽ നമ്മുടെ കൃഷ്ണകുമാർ സാർ പറഞ്ഞ പോലെ എൻ്റെ കിളി പോയി. ദൈവമേ, അത് ടാസ്കിന്റെ പേര് തന്നെ യമ്മി മമ്മി. വെറും സാലഡും പിന്നെ അത് മാത്രമല്ല ഫ്രൂട്ട്സും പിന്നെ ആക്ച്വലി കൊഞ്ചിരിപ്പുണ്ടായിരുന്നു, ഫിഷ് ഇരിപ്പുണ്ടായിരുന്നു. പക്ഷെ അപ്പോൾ ഞാൻ ഇങ്ങനെ അത് എടുക്കാൻ പോയപ്പം പറഞ്ഞു അത് കൊഞ്ചൊന്ന് നമ്മൾ മൊത്തം അങ്ങ് അത് വേവിച്ച് വെച്ചു. അപ്പോൾ അത് പറ്റില്ല. പിന്നെ ഫുൾ വേവിച്ചില്ല, ഹാഫായിരുന്നു പോയി. പക്ഷെ എന്നാലും കാരണം കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുമ്പോൾ നന്നായിട്ട് അപ്പോൾ അങ്ങനെ വേവിച്ച് വെച്ചതാണ്. അപ്പോൾ അത് ഒട്ടും എടുക്കണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഫിഷ് ഇരിപ്പുണ്ടായിരുന്നു, പക്ഷെ അത് മാറിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ അത് എടുക്കണ്ടെന്ന് പറഞ്ഞു. പക്ഷെ വെജിറ്റബിൾ ഒന്നും കണ്ടില്ല, പൊടിയെല്ലാം അപ്പുറത്തെ അടുക്കളയിലാണ്. അപ്പോൾ ഇവർ ഈ ക്യാമറയുടെ ഇത് അഡ്ജസ്റ്റ്മെന്റിന് വേണ്ടി ഇല്ല, ഇതൊന്നും ഒരു എക്സ്ക്യൂസ് അല്ല മാം, എനിക്കറിയാം. പക്ഷെ നമുക്ക് ഞാൻ സങ്കടം പറഞ്ഞു പോയതാണ്. അറ്റ്ലീസ്റ്റ് നമുക്ക് കാരറ്റ് കട്ട്ലറ്റോ അല്ലെങ്കിൽ ബജ്ജി ഉണ്ടാക്കാം. അതെ, പക്ഷെ ഈ എൻ്റെ ഒരു മൈൻഡ് എനിക്ക് അങ്ങനെ ഒരു ടെൻഷൻ വന്നിട്ടേ ഇല്ല. ഞാൻ ഭയങ്കര ടെൻസ്ഡ് ആയിപ്പോയി. പറയാൻ പറ്റില്ല. വളരെ താങ്ക്സ് ടു ശാലിനി. അത് താങ്ക്സ് ടു ശാലിനി. ശാലിനി സ്കോർ ചെയ്തു. അതെ, പക്ഷേ എന്നാലും ആ ഡെക്കറേഷൻ അല്ലേ, ഓ എത്ര സമയമെടുത്ത് ഗാർണിഷിങ് ചെയ്യുന്നേ. അതൊക്കെ ഒരു റിയലി ഒരു നല്ല ഒരു കൈയടി കൊടുക്കണം. വളരെ എന്റർടൈൻമെന്റ് ആയിരുന്നു. ഓക്കെ, പിന്നെ ഹസ്ബൻഡ് എന്താ പറയാ, ജ്യൂസ് കുടിച്ചിട്ട് ആദ്യം ജ്യൂസ് വന്ന ശേഷം മോണെടുത്ത് ഒരു ലുക്ക് കൊണ്ട് കൊടുത്തല്ലേ, എനിക്കത് വളരെ ഇഷ്ടപ്പെട്ടു. 9 out of 10 ആ ജ്യൂസ്. നമുക്ക് എനിവേ നമ്മളുടെ കൃഷ്ണകുമാർ ചേട്ടനുണ്ട്, പിന്നെ ഗീതാഞ്ജലി മാമും ഉണ്ട്. അവരുടെ ഒപ്പീനിയന് നമുക്ക് ചോദിച്ചിട്ട് നമുക്ക് ഒരു തീരുമാനിക്കാം. ഓക്കെ, തീർച്ചയായും. ശരി. താങ്ക് യു മാം. ബബിത പ്ലീസ്. ബബിത, കുറച്ചൊരു ഹാർട്ട് ബ്രേക്കിംഗ് ആയിരുന്നു എനിക്ക് കണ്ടോണ്ടിരുന്നപ്പോഴത്തേക്ക്. ഫ്രൂട്ട്സും സാലഡും ഫ്രൂട്ട് സാലഡ് ആക്കി കൊടുത്തല്ലേ. എന്തായാലും കൃഷ്ണകുമാരേട്ടനടുത്ത് ആദ്യം ചോദിക്കാം. കൃഷ്ണകുമാരേട്ടാ, കിളി പോയ ഒരു കുട്ടിയാണ് താണ്ടോ നിൽക്കുന്നത്, എന്ത് ചെയ്യും? ബ്ലോക്ക് നമ്പർ പിടിച്ചോണം, വീണ് പോയിരിക്കാൻ ആകെ ഞാൻ പിടിച്ചിട്ടുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഈ ഫ്ലാറ്റിലാണ് ജീവിച്ചിരുന്നത്. അപ്പോൾ ഈ ഒരു ദിവസം ഉച്ചയ്ക്ക് മോളിൽ നിന്ന് തുണി എടുത്തിട്ട് ആരോ ഞങ്ങളുടെ ഫ്ലാറ്റിനകത്ത് കയറി. എന്നിട്ട് എന്നോട് ചോദിച്ചു, നിങ്ങളെന്താ ഇവിടെ എൻ്റെ വീട്ടിൽ? അപ്പം ഞങ്ങൾ പറഞ്ഞു, ഇല്ല ഞങ്ങളുടെ വീട്. അപ്പോൾ വെളിയിൽ പോയി നമ്പർ നോക്കി, ഓ സോറി മാറിപ്പോയി. അതുപോലെ ഞാൻ നോക്കി ബബിത ഒരു ഓട്ടോ ഓടുന്നുണ്ട് അടുക്കളയ്ക്കകത്തോട്ട്. പിന്നെ കുറച്ച് കഴിയുമ്പോൾ എനിക്ക് സംശയം തോന്നുന്നു അപ്പുറത്തെ വീട്ടിലെ അടുക്കളയിലാണോ ബബിത നിൽക്കുന്നതെന്ന്. കാരണം ബബിത പറയുന്നുണ്ട്, പക്ഷേ ഇതെന്താ ഇവിടെ കാണുന്നില്ലല്ലോ, ഈ വീട്ടിലൊന്നും ഇല്ലേ, ഇതാരോടാ ചോദി. ആദ്യം തണ്ണിമത്തിന് എടുത്തോണ്ടിരുന്നുണ്ട്, പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ വെള്ളരിക്ക എടുത്തോണ്ടിരുന്നുണ്ട്, പിന്നെ 3-4 പിച്ചാത്തി എടുത്ത് ക്യാരറ്റ് എന്തൊക്കെയോ ചെയ്യുന്ന കണ്ടു. ക്യാരറ്റ് തടി ഇറക്കുന്നവരെയൊക്കെ നോക്കി. എന്താ സംഭവിച്ചെന്ന് അവിടെ ക്രൂവിലുള്ള ആൾക്കാർ പറഞ്ഞായിരുന്നു. ആ പിച്ചാത്തി അവര് എടുത്തിട്ട് മാങ്ങ വെട്ടുന്നുണ്ടായിരുന്നു അല്ലേ? എന്നിട്ട് ഇടയ്ക്ക് 5-6 പിച്ചാത്തിയായി. പിന്നെ നമുക്ക് സംശയമായി, ഇനി ഇത് വെച്ചൊരു പിച്ചാത്തി ഫ്രൈ പിച്ചാത്തി ഉണ്ടായിരുന്നല്ലേ. ഇതെല്ലാം കഴിഞ്ഞ് അപ്പുറത്ത് 2 പേര് ഇരിക്കുകയാണ്, അച്ഛനും മോനും. എനിക്ക് ടെൻഷനായി പോയി. അവർക്ക് ലാസ്റ്റ് അവരുടെ ആ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അവരുടെ ഒരു എക്സ്പ്രഷൻ എന്താ വെച്ചാൽ, ഗതി കെട്ടാ പുലി പെപ്സിയും കുടിക്കും, എന്ത് കിട്ടിയാലും കഴിയും. അവരങ്ങോട്ട് കഴിപ്പ് തുടങ്ങി. പക്ഷെ ഈ കഴിപ്പെല്ലാം കഴിഞ്ഞ് ഞാൻ ആ അടുക്കള ആലോചിക്കുക, നമ്മുടെ ഹൈദരാബാദിൽ ബോംബ് എക്സ്പ്ലോഷൻ കഴിഞ്ഞപ്പോൾ ആ സിനിമാ സാലയുടെ പാർക്ക് അതുപോലെ കിടക്കുന്നത്, ചെതറി കിടക്കുകയാണ് എല്ലാം കൂടി. എന്ത് ചെയ്യണം എന്നറിയാൻ പോയി. അത് അങ്ങ് റിലേ പോയി. എന്ത് ചെയ്യാൻ, അത് എനിക്ക് പിടികിട്ടി. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതാണ്, നമുക്ക് എല്ലാ കാര്യങ്ങളും ദൈവം തരും. പക്ഷെ എന്ത് പറ്റും വെച്ചാൽ നമ്മുടെ ഫോക്കസിങ് ഒക്കെ വേറെ പല കാര്യങ്ങളും. കാരണം അടുക്കളയിൽ ഇപ്പോൾ ഞാൻ അടുക്കളയുടെ ഒരു എക്സ്പേർട്ടാണ്. ഇത് എന്തുകൊണ്ടായിന്ന് വെച്ചാൽ എൻ്റെ അച്ഛനും അമ്മയും വളരെ വൈകി കല്യാണം കഴിച്ചുകൊണ്ട് അമ്മ കുറച്ച് പ്രായമായപ്പോൾ അങ്ങനെ ആരോഗ്യമില്ലായിരുന്നു. അപ്പോൾ അമ്മയുടെ ഹെൽപ്പർ ഞാനായിരുന്നു. അരിയുടെ നാട്ടുന്നോട്ട് എല്ലാം ഞാൻ ചെയ്യും. ദോശ ഇടാനാണ്, ചപ്പാത്തി ഉണ്ടാക്കണം. ഇപ്പം തന്നെ കഴിഞ്ഞ ദിവസം വീട്ടിൽ ചപ്പാത്തിയും പാലക് കറിയൊക്കെ ഉണ്ടാക്കണം. എനിക്ക് ഈ 15 മിനിറ്റിനകത്ത് ഞാൻ ഉണ്ടാക്കിക്കളഞ്ഞു.
പക്ഷെ അത് ഓരോരുത്തർക്കും ഓരോ രീതിയാണ്. അതെ അതെ തീർച്ചയായും. അതുകൊണ്ടായിരിക്കും ഞാൻ സിനിമയിൽ അധികം ശോഭിക്കാതെ പോയത്. ഞാൻ അടുക്കളയിലായിരുന്നു. കൃഷ്ണകുമാർ, അടുത്ത പ്രാവശ്യം ഇവിടെ എന്തെങ്കിലും കൊണ്ടുവരണേ. പിന്നെ ഓക്കെ, അത് ശരി. ഇനിയിപ്പോ അതും കൂടി ആവും. അവസാനം ജയ്ഹിന്ദ് ചാനലിൽ വേറെ ജോലി കൂടി കൃഷ്ണകുമാറിന് കിട്ടും. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഈ നേരത്തെ പറഞ്ഞില്ലേ ബഹുമുഖ പ്രതിമകൾ, അപ്പോൾ പ്രതിമകളാവുമ്പോൾ എന്ത് പറ്റും വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലായിടത്തും ചിലപ്പോൾ ചില സൈഡ് നമുക്കൊന്ന് വീക്ക് ആവും, മറ്റേ സൈഡ് സ്ട്രോങ് ആവുന്നുണ്ട്. എങ്കിലും എല്ലാം കൊണ്ടും ഒരു ആവറേജ് നിന്ന് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഒരു നല്ല ഗൃഹലക്ഷ്മി. ഓക്കെ. ഹസ്ബൻഡും മോനും എന്തായാലും സാലഡും തണ്ണിമത്തങ്ങയും കഴിച്ച് വിശപ്പ് മാറിയിട്ടുണ്ടാവില്ല. പക്ഷെ എന്തായാലും മോന് ഒരു പക്ഷെ ആ സാലഡ് ഒരു വായ പോലും കഴിക്കില്ല എന്ന് മനസ്സിലാക്കി തണ്ണിമത്തങ്ങയും കൂടെ വെച്ചത് നന്നായി. അതെ അതെ. എനിക്ക് ബബിതയുടെ മദറിൻലോട് ചോദിക്കാനുള്ള ഒരു കാര്യം, അന്ന് ഓർമ്മയുണ്ടല്ലോ ഷൂട്ടിംഗ് എടുത്തത്, ഈ 15 മിനിറ്റ് കൊണ്ട് നിങ്ങളോട് ഉണ്ടാക്കാൻ പറഞ്ഞിരുന്നെങ്കിൽ അന്ന് എന്ത് ചെയ്യുമായിരുന്നു? ദോശ ഉണ്ടാക്കാം. ദോശമാവ് ഉണ്ടായിരുന്നു, പിന്നെ കൊഞ്ചുണ്ടായിരുന്നു. കൊഞ്ചൊക്കെ അന്നേരം എടുക്കണ്ടെന്ന് പറഞ്ഞത് കൊണ്ടാണ്, അല്ലെങ്കിൽ കൊഞ്ച് ഫ്രൈ ആയ ഉള്ളിയെല്ലാം അരിഞ്ഞാൽ ഇപ്പം പെട്ടെന്ന് പറ്റുന്നായിരുന്നു. ദോശയും അരച്ചു വെക്കുന്നതാണല്ലോ, അതും എടുക്കാൻ പറ്റില്ലെങ്കിൽ വേറെ എന്തെങ്കിലും കുറച്ച് വയറ് നിറച്ച് കഴിക്കാൻ പറ്റുന്ന വേറെ എന്തെങ്കിലും ഉണ്ടാക്കാൻ സാധ്യതയുണ്ടോ അവിടെ? വേറെ ഗോതമ്പ് ദോശയോ ഗോതമ്പ് ചപ്പാത്തി. പക്ഷെ ഞാൻ ഒത്തിരി കുറ്റം പറയത്തില്ല, ഈ ഒത്തിരി ടാലൻസ് ഉള്ള ബബിതയ്ക്ക് ഈ ഒരു കിച്ചണിൽ കൈമുറിയാത്തത് നന്നായി. ആ ക്യാരറ്റ് അങ്ങനെയാണ് മുറിച്ചത്. എന്നാലും തെറിച്ചങ്ങ് പോയല്ലേ വീലായിട്ട്. ഒരു ആ ബോർഡിൽ വെക്കുന്നതിന് കയ്യിൽ വെച്ച് തന്നെ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊരു അധികം മാർക്ക് തരില്ലെങ്കിലും എനിക്ക് പറയാനുള്ളത് ഇതാണ്, അതായത് എല്ലാവരും എല്ലാത്തിലും നന്നായിക്കോണമെന്നില്ല. പക്ഷേ ഒരു കൃഷ്ണകുമാർ പറഞ്ഞ പോലെ നമുക്ക് ഒരു വയറുണ്ട്. അപ്പോൾ അത് വലിയ ചെയ്യാനെങ്കിലും നമ്മൾ നന്നായിട്ട് എന്തെങ്കിലും ഒന്ന് നന്നായിട്ട് ഭക്ഷണം ഉണ്ടാക്കാൻ നമ്മൾ പഠിച്ചിരിക്കണം. അതും ക്വിക്കായിട്ട് ഉണ്ടാക്കാനും നമുക്ക് അറിയണം. അതെല്ലാവർക്കും അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ എല്ലാം സഹായിക്കാൻ ആളുണ്ട്, നല്ലൊരു ലൈഫാണ്. പക്ഷേ ഈ ഒരു 15 മിനിറ്റ് കൊണ്ട് വളരെ എഫിഷ്യൻ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാമായിരുന്നു. ഈ പറഞ്ഞ പോലെ ഗോതമ്പ് ദോശ വരായിരുന്നു, ചപ്പാത്തി വരായിരുന്നു, അതൊക്കെ വരാമായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ 15 മിനിറ്റ് കൊണ്ട് നമുക്ക് എഫിഷ്യൻ്റ് ആയിട്ട് എന്തെല്ലാം ചെയ്യാൻ പറ്റും, അതൊരു പുരുഷനായാലും സ്ത്രീ ആയാലും ചെയ്യാൻ പറ്റണം. പക്ഷേ ഈ പറഞ്ഞ പോലെ ബബിതയ്ക്ക് നല്ല സപ്പോർട്ടുണ്ട്. ഒത്തിരി ടാലൻസ് യൂസ് ചെയ്യാനും പുറത്തേക്ക് പോകാനും സമയം കണ്ടെത്താനും നല്ലൊരു ഫാമിലി സപ്പോർട്ടുണ്ട്. അത് സോ യു ആർ ലക്കി, സോ എൻജോയ്. താങ്ക് യു സോ മച്ച് മാം. അപ്പോൾ എന്തായാലും നല്ല കുറേ അഡ്വൈസസ് കിട്ടി. ഈ മാർക്സ് എത്രയാണെന്ന് ചോദിക്കാം അല്ലേ? ചോദിക്കണോ? ചോദിക്കണ്ടേ? ചോദിക്കണോ? ചോദിക്കാം അല്ലേ? ശരി. അപ്പോൾ കൃഷ്ണകുമാറേട്ടാ, ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ പല കഴിവുകൾ നമുക്കുണ്ട്. ആ കഴിവുകളിലൊക്കെ നിങ്ങൾ വളരെ മുന്നേറി നിൽക്കുന്നുണ്ട്. കാരണം സാധാരണ സ്ത്രീകളിൽ കാണാത്തത്, കാരണം വെച്ച് കഴിഞ്ഞാൽ വീട്ടു ജോലിക്ക് പുറമെ പുറത്ത് നോക്കുന്നു, സ്കൂളിൽ പഠിപ്പിക്കുന്നു, ഇതൊക്കെ. പക്ഷേ എന്തോ നമ്മുടെയൊക്കെ നമ്മൾ കണ്ടു വളർന്ന സിസ്റ്റമൊക്കെ എന്ന് വെച്ചാൽ എത്രയാണെങ്കിലും സ്ത്രീകൾ എന്ന് പറയുമ്പോൾ അവർക്ക് അമ്മ എന്നുള്ളൊരു വലിയ റോള് കിടക്കുന്നു. അമ്മയുടെ വലിയൊരു സംഭവമാണ് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നത് കുട്ടികൾക്കും നമ്മുടെ ഭർത്താവിനും അല്ലെങ്കിൽ വേറെ ആരെങ്കിലും. അപ്പോൾ അതെപ്പോഴും നമ്മുടെ സിസ്റ്റത്തിൻ്റെ ഭാഗമായി പോയി. അപ്പോൾ അതിന് വലിയൊരു പ്രാധാന്യം നമ്മൾ കൊടുത്തും പോയി. അത് പെട്ടെന്ന് മാറുമെന്ന് എനിക്കറിയില്ല. ശരിയായിരിക്കും, ബബിതയും എഗ്രിയും. കാരണം ബബിതയുടെ അമ്മയാണ് ഭക്ഷണം ഉണ്ടാക്കി തന്നതും അടുക്കളയെ പറ്റി നമുക്ക് പഠിപ്പിക്കുന്ന പല കാര്യങ്ങളും. അപ്പോൾ ആ അമ്മ എന്നൊരു റോളും ബബിതയ്ക്കുണ്ട്. അപ്പോൾ അതിനകത്ത് വന്നപ്പോൾ എന്തെന്ന് വെച്ചാൽ ഈ പല റെസ്ട്രിക്ഷൻസ് പറയുന്നത് ശരിയാണ്. കാരണം അടുക്കളകളുടെ പ്രശ്നവും ഭക്ഷണം മുമ്പിലായി ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ മുമ്പിൽ പറഞ്ഞ ഇതൊക്കെ ഉണ്ട്. പക്ഷേ എന്നൊക്കെയായാലും അതെങ്ങനെയോ മാനേജ് ചെയ്യാമായിരുന്നു എന്ന് തോന്നും. അതുകൊണ്ട് എനിക്ക് മറ്റെല്ലാ ഇത് നോക്കിയിട്ട് ഇതിനകത്ത് ചെറിയൊരു അത്ര വിജയിച്ചില്ല എന്ന് പറയാം. അതുകൊണ്ട് 30 മാർക്സ്. 30 out of 40. താങ്ക് യു ചേട്ടാ. ഗീതാഞ്ജലി മാം, എനിക്കും കൃഷ്ണകുമാർ കൊടുത്ത അതേ മാർക്സ് ആണ് കൊടുക്കാൻ തോന്നുന്നത്. 30. താങ്ക് യു 30 again. So 60 ആണ് അവരുടെ ടോട്ടൽ. ഇപ്പോൾ രഞ്ജിനി ചേച്ചിയുടെ മാർക്ക് ചോദിക്കാം. ഔട്ട് ഓഫ് 20. ബബിത, ഞാൻ കൃഷ്ണകുമാറും പിന്നെ ഗീതാഞ്ജലിയും കൂടെ തന്നെ ആ മാർക്സ് സ്കീമിൽ തന്നെ ഞാനത് ഓക്കെ. ബിക്കോസ് അവർ പറഞ്ഞ പോലെ ശരിയാ, നമുക്ക് ഒരുപാട് സമയം ഉണ്ടായിരുന്നു. ഓക്കെ, സമ്മതിക്കുന്നു. സോ എനിവേ നമുക്ക് ഒരുപാട് ടാസ്ക് ഉണ്ടല്ലോ, അതിൽ നമുക്ക് അടിച്ചു പൊളിക്കാം. ഗണപതിക്ക് വെച്ചല്ലേ ഉള്ളൂ. ഓക്കെ, എനിവേ എന്റെ മാർക്ക് 14. താങ്ക് യു 14 out of 20. So total score 74 out of 100. മാർക്കുകൾ കുറഞ്ഞു പോയി, കുഴപ്പമില്ല. 74 എന്ന് പറയുന്ന ഒരു ചെറിയ മാർക്കായിട്ട് കരുതണ്ട. അതെ, താഴേന്നേ നമുക്ക് മേളിലേക്ക് കയറാൻ പറ്റുള്ളൂ അല്ലേ? നൈസ് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡാണ്. എനിവേസ് അടുത്ത ടാസ്കിൽ നമുക്ക് കുറച്ചുകൂടെ നന്നായി സ്കോർ ചെയ്യാമെന്ന് വിചാരിക്കാം. ഓക്കെ, സോ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.